നമസ്കാരം. ഡിവൈൻ തോട്ട്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വിഷ്ണു ഭഗവാന്റെ അവതാരമായ ധന്വന്തരി മൂർത്തിയെക്കുറിച്ചും രോഗശമനത്തിനു വേണ്ടിയും ആയുരാരോഗ്യത്തിനു വേണ്ടിയും ജപിക്കുന്ന ഭഗവാന്റെ മന്ത്രങ്ങളിൽ ഒരു മന്ത്രത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. പാലാഴി മദന സമയത്ത് കൈകളിൽ അമൃതകുംഭവുമായി ഉയർന്നു വന്ന വിഷ്ണു ഭഗവാന്റെ സ്വരൂപമാണ് ധന്വന്തരി മൂർത്തി. സകല രോഗാദി ദുരിതങ്ങളെയും അകറ്റി മനസ്സിനും ശരീരത്തിനും ജീവിതത്തിനും സ്വാസ്ഥ്യം നൽകുന്നവനാണ് ഭഗവാൻ ധന്വന്തരി മൂർത്തി. ദേവന്മാരുടെ വൈദ്യനെന്നുകൂടി ഭഗവാനെ അറിയപ്പെടുന്നുണ്ട്. മഹാഭിഷഗ്വരനായ ധന്വന്തരി മൂർത്തിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ ചികിത്സകളെല്ലാം ഫലിക്കുന്നു. മരുന്നുകൊണ്ട് മാറാത്തത് മന്ത്രത്തിലൂടെ ലഭിക്കുന്നു എന്ന് കേട്ടിട്ടില്ലേ? ധന്വന്തരി മന്ത്രം ജപിക്കുന്നതിലൂടെ അത്രയേറെ ഫലം ലഭിക്കുന്നു. രോഗങ്ങളാൽ വലയുന്നവരും അതുപോലെ തന്നെ രോഗങ്ങൾ വരാതിരിക്കാനും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടാവും, പക്ഷേ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ തീർന്നു. അതോടുകൂടി നമ്മുടെ മനസമാധാനം തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ ഈ മന്ത്രം ജപിക്കുന്നത് രോഗങ്ങളുള്ളവർ മാത്രം ജപിച്ചാൽ മതിയെന്നല്ല, രോഗങ്ങൾ വരാതിരിക്കുവാൻ കൂടിയിട്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. അത് കൃത്യമായിട്ട് രോഗങ്ങളുള്ളവരാണെങ്കിൽ കൃത്യമായിട്ട് ആ മരുന്നുകൾ കഴിക്കുകയും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഭഗവാന്റെ മന്ത്രം ജപിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് രോഗശമനം ഉണ്ടാവുന്നതാണ്. പണ്ട് വൈദ്യന്മാർ മരുന്ന് നൽകുമ്പോൾ മരുന്നിനൊപ്പം ഈ ധന്വന്തരി മന്ത്രം കൂടി ജപിച്ചിട്ടാണ് നൽകുന്നത്. ഇനി എങ്ങനെയാണ് ഈ മന്ത്രം ജപിക്കുന്നത്, എപ്പോഴൊക്കെയാണ് ജപിക്കുന്നത് എന്നൊക്കെ നോക്കാം. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് മന്ത്രം ജപിക്കാവുന്നതാണ്. ഇനി വയ്യാത്തവരാണെങ്കിൽ കുളിക്കണമെന്നില്ല, ദേഹശുദ്ധി വരുത്തിയാൽ മതി. മന്ത്രം ജപിക്കുന്നതിന് മുൻപ് മനസ്സ് ശാന്തമാക്കി ധന്വന്തരി മൂർത്തിയെ മനസ്സിൽ വിചാരിച്ച് സ്വസ്ഥമായി ഒരിടത്തിരുന്ന് മന്ത്രം ജപിക്കാം. ഇപ്പോൾ വെറും നിലത്തിരുന്ന് മന്ത്രം ജപിക്കാൻ പാടില്ല. എന്തെങ്കിലും പായയോ എന്തെങ്കിലും വിരിച്ചിരുന്ന് പൂജാമുറിയിലോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ചിരുന്ന് മന്ത്രം ജപിക്കാം. ഇനി കിടക്കുന്ന രോഗികളൊക്കെ ആണെങ്കിൽ ആ കിടക്കുന്ന അടുത്ത് ഭഗവാനെ വിചാരിച്ച് കട്ടിലിൽ തന്നെയോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്നുകൊണ്ട് പോലും ഭഗവാനെ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. രാവിലെയും വൈകിട്ടും മന്ത്രം ജപിക്കാം. ഇനി അതല്ല രാവിലെ മാത്രമാണ് സൗകര്യമെങ്കിൽ നിങ്ങൾക്ക് രാവിലെ മാത്രം കുളിച്ച് ജപിക്കാം, ഇല്ലെങ്കിൽ വൈകിട്ട് നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് മന്ത്രം ജപിക്കാം. ഓരോരുത്തരുടെയും സൗകര്യം അനുസരിച്ചിട്ട് എല്ലാ ദിവസവും മന്ത്രം ജപിക്കുക. 2 നേരവും ജപിക്കാൻ പറ്റുകയാണെങ്കിൽ 2 നേരവും ജപിക്കുക. 108 തവണയാണ് ഈ മന്ത്രം ജപിക്കുന്നത്. ഏറ്റവും ഉത്തമം ദിവസവും 108 തവണ ജപിക്കുന്നതാണ്. ഇനി 108 തവണ ജപിക്കാൻ സാധിച്ചില്ലെങ്കിൽ കുറഞ്ഞത് 9 തവണയെങ്കിലും മന്ത്രം ജപിക്കാവുന്നതാണ്. രാവിലെ ആണെങ്കിൽ രാവിലെ 5:30 മുതൽ 7:30 ആ ഒരു സമയത്തിനുള്ളിൽ മന്ത്രം ജപിക്കാം. വൈകിട്ടാണെങ്കിൽ വൈകിട്ട് 5 മണി മുതൽ 7:30 വരെ ഉള്ള സമയത്ത് ജപിക്കാം. അതിനുള്ളിലുള്ള സമയത്ത് ജപിക്കാം. ഇനി മന്ത്രം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമ. ഈ മന്ത്രമാണ് എല്ലാ ദിവസവും 108 തവണ ജപിക്കേണ്ടത്. ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ വളരെയധികം, ഇപ്പോൾ അസുഖങ്ങളാൽ വലയുന്നവരാണെങ്കിൽ വളരെയധികം അതിന് ഫലമുണ്ടാകും. ഇനി അസുഖങ്ങൾ വരാതിരിക്കാൻ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ജപിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം.